ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് മീനോ ഇറച്ചിയോ ഒന്നും തന്നെ ഇല്ലാണ്ട് ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് സമയത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. അപ്പം സാധാരണ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ ആ തൊട്ടടുത്തുള്ള ചെറിയ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിതാ ആദ്യം തന്നെ ഒരു കുക്കറാണ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. അപ്പം സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഒരു 3 ഏലയ്ക്ക, ഒരു 10ഓളം കുരുമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ ജീരകം, പെരുംജീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ട. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവോളയാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവോള ചെറുതാണെന്നുണ്ടെങ്കിൽ 2 സവോള ചേർത്ത് കൊടുക്കണം. ഇപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ള സവോള, അതുകൊണ്ടാണ് ഒരു സവോള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു വലിയ പച്ചമുളക്, 1-2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുട്ടികളുടെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഒരു പച്ചമുളക് ചേർത്തിരിക്കുന്നത്. ഇനി ഈ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് വാടി വന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവോള വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു വലുതാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മതി, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒരു തക്കാളി നല്ലതുപോലെ പേസ്റ്റായിട്ട് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫോമിലാക്കി എടുത്ത് മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന അരി, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് കണ്ടോ. ജീരകശാല അരി അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഒക്കെ വെക്കുന്ന അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ വെച്ചാലും നല്ല ടേസ്റ്റുള്ള അരിയാണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അളവിനുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml ഒരു കപ്പ്, അങ്ങനെ 1.5 കപ്പ് അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ്, അതായത് ഈ സവോളയൊക്കെ നന്നായിട്ട് വാടി ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന അത്രയും നേരം നമുക്ക് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരെ ഇരട്ടിക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പം ഞാൻ ദാ ഒരു 3 കപ്പ് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ കൂടെ പെട്ടെന്ന് തന്നെ നമുക്കിത് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കലാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. കാരണം നമ്മളൊരു മസാല റെഡിയാക്കിയിട്ടാണ് നമ്മളിതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ പച്ചവെള്ളം ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ നമ്മുടെ സവോള ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 6 കാഷ്നട്ടാണ്. അപ്പം ഇത് ഓപ്ഷണലാണ്, ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചേർത്ത് കൊടുക്കേണ്ട. കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ച ഒരു തക്കാളിയുടെ പ്യൂരി ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ നമുക്കിതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല കളറ് കിട്ടും, അതുപോലെ തന്നെ കുറച്ചും കൂടെ ടേസ്റ്റാണ്. എൻ്റെ തക്കാളിയും അത്യാവശ്യം ഒന്ന് തിളച്ച് അതുമായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം.
കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതെല്ലാം പൊടികളെല്ലാം ചേർന്നിട്ട് നല്ല ഒരു മസാലയുടെ ഒരു കൂട്ട് പോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് തീ കൂട്ടിയിടണ്ട. മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗരം മസാല ആഡ് ചെയ്തല്ലോ, അത്രയും തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു മാഗി ക്യൂബിൽ നിന്ന് ഒരേ ഒരു പോർഷൻ, ഇതിനകത്ത് ഇപ്പോൾ 2 പോർഷനാണ് വരുന്നത്, അതിൽ ഒറ്റ ക്യൂബാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതുകൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുവാണ്. വെള്ളം അത്യാവശ്യം ഒന്ന് തിളയ്ക്കുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഒരുപാട് വേണ്ട, എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള ഉപ്പിനെക്കാട്ടിലും ഒരേ ഒരു പൊടിക്ക് ഉപ്പ് കൂടി നിൽക്കണം. എന്നാലും നമ്മുടെ അരിയൊക്കെ ഇട്ട് നമ്മൾ ചോറ് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു കൃത്യമായൊരു അളവിന് നമ്മുടെ ഒരു ചോറിനൊരു നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു പൊടിക്ക്, പിന്നെ എടുത്ത് പറയുന്നത് ഉപ്പ് ഒരുപാട് കൂട്ടിയിടണമെന്നല്ല, ഒരു പൊടിക്കൊന്ന് ഉപ്പ് കൂട്ടിയിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു സമയത്ത് ഒരു ചെറിയ പിടി മല്ലിയില, ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോറിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു മല്ലിയില ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കുക്കർ അടച്ചതിന് ശേഷം നമുക്കിനി ഇതിനകത്തുനിന്ന് വിസിൽ വരാതെ തന്നെ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ തിളച്ചപ്പോഴാണ് നമ്മളിത് കുക്കർ ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. ശേഷം ഒരു 10 മിനിറ്റ് ടൈമിൽ കുക്കർ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വിസിലടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സമയത്ത് നമ്മുടെ ചോറ് നല്ല ദമ്മായി സെറ്റായി വരും. ഇനി വിസിലടിക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വിസിലടിച്ച് നമുക്ക് വേണമെങ്കിൽ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വിസിലടിച്ച് നോക്കാം. പക്ഷേ ആ ഒരു ചോറിനെക്കാട്ടിലും കുറേ കൂടെ ഒരു ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ റൈസ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, കണ്ടോ? അപ്പോൾ നമ്മളുടെ റൈസ് ഫ്രണ്ട് ഭാഗം നോക്കുമ്പം ഒരല്പം വെള്ളം കിടക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഉള്ളിലൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാനിത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നമുക്ക് നമ്മുടെ ഈ റൈസ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളുടെ ചോറിങ്ങനെ ഇടവിട്ടല്ല ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചോറ് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ ചോറ് നല്ല കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് ആകുന്നത്. അപ്പോൾ നമുക്കിതാ ഒരു പ്ലേറ്റിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ആദ്യത്തെ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരല്പം നെയ്യ്. ഇനി വീണ്ടും നമ്മളിതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പം ഒരുപാട് ചേർക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ഒത്തിരി നെയ്യ് നമുക്ക് ചേർക്കേണ്ട, എനിക്കത് താല്പര്യമില്ല. നിങ്ങൾക്ക് നെയ്യ് കുറച്ചും കൂടെ ചേർക്കണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാവേ. നമുക്കിതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഒരു റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ഈസി ആയിട്ടുള്ള ഒരു റൈത്തയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ഫുള്ള് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു റൈത്ത മാത്രം മതി. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മുട്ടയോ അങ്ങനെ എന്തെങ്കിലും സ്ക്രാമ്പിൾ ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുൾസൈ ആയിട്ടോ ഒക്കെ കഴിക്കാം. ഒരു സാലഡും ഒരു ഇച്ചിരി അച്ചാറും ഒക്കെ ആയിട്ട് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.